ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കാൻ എന്നുള്ളത്. അതായത് ട്രംപ് വന്നു, അമേരിക്കയിലേക്ക് ഇനി ആളുകളെ പ്രവേശിപ്പിക്കില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പഠിക്കാനും ജോലിക്കും അവിടെ താമസമാക്കാനും ഒക്കെ ആഗ്രഹിച്ച് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെ ട്രംപിൻ്റെ പുതിയ വിസ നയങ്ങൾ അല്ലെങ്കിൽ മൈഗ്രേഷനെതിരായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ ബാധിക്കും? ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ പ്രേക്ഷകരെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. തോമസ് മാഷ് അതേക്കുറിച്ച് ഇപ്പോഴത്തെ അവിടുത്തെ വിസ സ്ഥിതി, പൊളിറ്റിക്കൽ സാഹചര്യം ഇതെല്ലാം പറയും. അതായത് അമേരിക്കക്കാർക്കും പ്രത്യേകിച്ച് ട്രംപിനും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമല്ല. ഇപ്പോൾ അത്രയും കാര്യത്തിൽ അതിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ H1B വിസ, അതാണ് ഇപ്പോഴത്തെ തരം. H1B വിസയെ ചൊല്ലിയിട്ട് ഇത് സാധാരണ വിസയും H1B വിസയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് H1B വിസ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അമേരിക്കൻ എംപ്ലോയറിന് ഒരു ഫോറിൻ വർക്കർ ഒരു സ്പെഷ്യലൈസ്ഡ് ജോലിക്ക് വേണ്ടിയിട്ട് 3 വർഷത്തേക്ക് ടെമ്പററി ആയിട്ട് കൊണ്ടുവരാനുള്ള വിസയാണ് H1B വിസ. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലുടമയ്ക്ക് ഒരു പ്രൊഫഷണൽ വർക്കറെ, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ലോയറോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളെ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള ആളുകളെ 3 വർഷത്തേക്ക് താൽക്കാലികമായി കൊണ്ടുവരാൻ പറ്റും. അതായത് എംപ്ലോയർ അമേരിക്കൻ, വർക്കർ ഫോറിൻ, ഡ്യൂറേഷൻ 3 ഇയേഴ്സ്, പിന്നെ ബേസിസ് ടെമ്പററി, ഈ രീതിയിൽ പ്രൊഫഷണൽ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് H1B വിസ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെന്താ ഇപ്പോൾ സാറ് പറയാൻ വന്നത്? അതുമായി ബന്ധപ്പെട്ടാണ് വിഷയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ H1B വിസയെ പറ്റി പണ്ട് ട്രംപ് പറഞ്ഞിരുന്നത്, അതായത് 2016 പറഞ്ഞിരുന്നത് H1B വിസ മൂലം അവിടെ അമേരിക്കക്കാർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം വരും, അതുകൊണ്ട് ഇത് നിർത്തി കളഞ്ഞേക്കാന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ മാഗ എന്ന് പറഞ്ഞിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ്, ആ കൂട്ടർക്ക് ഇതിൻ്റെ പേരിൽ ട്രംപിനോട് ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. അന്ന് ട്രംപ് ഏകദേശം അതിനുവേണ്ട കുറേ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഡോണർ, ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ ആളും ഏറ്റവും ഒരു നല്ല അഡ്വൈസർ എന്നുള്ള നിലയിൽ എലോൺ മസ്കാണ്. പക്ഷേ എലോൺ മസ്ക് അമേരിക്കയിൽ വന്നത് H1B വിസയിലാണ്. അദ്ദേഹം H1B വിസയിൽ വന്നിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് ടെസ്ല മുതലായ കമ്പനികളൊക്കെ അങ്ങനെ വലിയ തോതിലേക്ക് വളർന്നു ഈ H1B വിസ വെച്ച്. അപ്പോൾ മസ്ക് ട്രംപിനെ ഉപദേശിക്കുന്നത് ഈ H1B വിസ നമുക്ക് നിർബന്ധമായിട്ടും വേണം, കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രതിഭകളെയും നമുക്ക് ഇവിടെ കൊണ്ടുവരാം, നല്ല ഇന്നൊവേറ്റീവായിട്ട് പോകാം, അതിന് വേണ്ടിയിട്ട് H1B വിസ നമുക്ക് കൂടിയേ തീരൂ എന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മസ്കിന് വളരെ അധികം ഇംപ്രസ്ഡാണ് ട്രംപ് വളരെ ഇംപ്രസ്ഡാണ് മസ്കിൻ്റെ ആറ്റിറ്റ്യൂഡിൽ. മാത്രമല്ല ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പലരെയും H1B വിസ വഴി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെയധികം കമ്പനികൾ, പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഫീൽഡിൽ ഒരുപാട് കമ്പനികൾ ഇതേപോലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഫേസ്ബുക്ക് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ട്വിറ്റർ, ആപ്പിൾ, പിന്നെ നമ്മുടെ ഇവിടുന്ന് TCS മുതലായ അങ്ങനെ കുറേ പേര്, ഇവരൊക്കെ ഈ H1B വിസയിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ H1B വിസയിൽ ആൾക്കാർ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദേ ആർ റെഡി ടു വർക്ക് ഫോർ ലോങ്ങർ അവേഴ്സ്. എത്ര മണിക്കൂർ വേണമെങ്കിലും പണിയെടുക്കാം. പിന്നെ ലോവർ പേ, ശമ്പളം കുറഞ്ഞെന്ന് വിചാരിച്ചാൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മുടെ ഇവിടെ ബംഗാളികൾ വന്നു കഴിയുമ്പോൾ ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു ബംഗാളിക്ക് ഒരു 100 നോട്ട് എക്സ്ട്രാ എടുത്ത് കൊടുത്തിട്ട് 1 മണിക്കൂറും കൂടി പണമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാൽ അവർക്കത് പിടിക്കില്ല. അപ്പോൾ അതേപോലെ അമേരിക്കക്കാർക്ക് ഇത് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുമില്ല. ഓവർ ടൈം എടുക്കാൻ ഒരു മടിയില്ല. അതേപോലെ എന്ത് പറഞ്ഞാലും കേട്ടോളും. പിന്നെ വേറൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ഇയേഴ്സിനാണ് ഈ കൊണ്ടുവരുന്നത്. ഇത് 3 ഇയേഴ്സ് ഇതിന് വാലിഡിറ്റി ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ വീണ്ടും പുതുക്കണം. അപ്പോൾ യു ക്യാൻ ഗെറ്റ് അനദർ 3 ഇയേഴ്സ്. ഈ 3 ഇയേഴ്സും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 6 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ വേറെ മാർഗ്ഗങ്ങളുള്ളൂ. അല്ലാതെ ഈ H1 പരമാവധി 6 വർഷം പറ്റുള്ളൂ. അത് 3 വർഷത്തിൻ്റെ ഡ്യൂറേഷൻ വെച്ച് 2 പ്രാവശ്യം വേണമെങ്കിൽ ആകാം. അതാണ് H1B വിസയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഈ കമ്പനികളുടെയൊക്കെ പേര് പറഞ്ഞല്ലോ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. ഇവരെല്ലാവരും അവിടെ ജോലി ചെയ്യുന്നു.
ചെറിയ ശമ്പളം, അതായത് കമ്പാരിറ്റീവ്ലി ബാക്കി വലിയ അമേരിക്കൻ കമ്പനികൾ കൊടുക്കുന്ന അത്രയും ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അവർ ആ ജോലി സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത്രയും ഫോറിനേഴ്സ് അവിടെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ജോലി ഇല്ലാതാകണം. ഈ ജോലികളൊക്കെ അവിടുത്തെ ആൾക്കാർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഈ ജോലി അമേരിക്കക്കാർക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ സങ്കടം മാഗക്കാർക്ക് ഇപ്പോൾ കത്തിജ്വലിക്കുകയാണ്. കാരണം ട്രംപ് പറഞ്ഞിരുന്നത് ഈ H-1B വിസ അവസാനിപ്പിക്കുമ്പോൾ നാട്ടുകാർക്ക് കൂടുതൽ ജോലി കിട്ടുമെന്നാണ്. അപ്പോൾ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ട്രംപ് നിലപാട് പറ്റിച്ചു മാഗയ്ക്ക് തോന്നി തുടങ്ങുന്ന ഒരു അന്തരീക്ഷം വന്നു. പിന്നെ അത് കൂടാതെ ഈ ഫോറിൻ വർക്കേഴ്സ് നമുക്ക് പറയാമെന്നുള്ളൂ. ഈ H-1B വിസയിൽ വന്നിരിക്കുന്നതിൽ 73% ഇന്ത്യൻസാണ്. ഓ അത് ശരി. 20% അടുത്തോ മറ്റോ ചൈനക്കാരുണ്ട്. ബാക്കിയുള്ളതേ വേറെ ആൾക്കാരുള്ളൂ. കുറേ പേര് ജർമ്മൻസ് ഉണ്ട്. ഇതാണ് ഇവർ 3 കൂട്ടരാണ്. അതിൽ തന്നെ ഇന്ത്യ ലയൺസ് ഷെയർ സിംഹഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ്, 73%. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യക്കാർ വന്ന് ഇത്രയും സ്വാധീനം ചെലുത്തുന്നത് അവിടെയുള്ള പ്രത്യേകിച്ച് മാഗക്കാർക്ക്. മാഗയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അമേരിക്ക, അതാണ് അവരുടെ പോളിസി. പിന്നെ യൂസ് അമേരിക്ക, ഹയർ അമേരിക്ക, ഇങ്ങനെയൊക്കെ ചില പോളിസികളാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവിടെ കുറവ് ശമ്പളത്തിനും കൂടുതൽ മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് ഇന്ത്യക്കാരവിടെ വരുന്നു. അപ്പോൾ അമേരിക്കക്കാർക്കുള്ള ജോലി സാധ്യത അതുകൊണ്ട് ഇല്ലാതാകുന്നു. ഇതിൽ ഈ മാഗക്കാർക്ക് കടുത്ത വിരോധമുണ്ട്. മസ്ക് ഇങ്ങനെ ഉപദേശിക്കുന്നതുകൊണ്ട് മസ്കിനോടും അമേരിക്കൻ ജനതയ്ക്ക് ദേഷ്യമാണ്. കാരണം മസ്ക് അവിടെ H-1B വിസയിൽ വന്നാണ്. പിന്നെ വേറെ ചില ഇന്ത്യക്കാർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അല്പം പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് മിസ്റ്റർ ശ്രീരാമകൃഷ്ണൻ എന്നാണ്. ഈ ശ്രീരാമകൃഷ്ണന് പ്രസിഡന്റ് ട്രംപ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വൈസറായിട്ട് തീരുമാനിച്ചേക്കാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ടീമിലെ മെമ്പറായിട്ട് മാറും ശ്രീരാമകൃഷ്ണൻ. കാര്യം അദ്ദേഹം എല്ലാ രീതിയിലും അതിന് യോഗ്യനാണ് ഈ ശ്രീരാമകൃഷ്ണൻ. കാരണം അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഗൂഗിളിലൊക്കെ ഓൾറെഡി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ആ ഫീൽഡിൽ ഹീസ് ആൻ എക്സ്പേർട്ട്. അദ്ദേഹം എമിനൻ്റ്ലി സൂട്ടഡ് ഫോർ ദാറ്റ് ജോബ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ഇന്ത്യക്കാരനെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കണതിൽ അമേരിക്കക്കാർക്ക്, അത് മാത്രമല്ല ഈ അമേരിക്കക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചില അഭിപ്രായങ്ങളൊക്കെ ചില ഇന്ത്യക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണം വിവേക് രാമസ്വാമിയാണ്. വിവേക് രാമസ്വാമി പറയണത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വെനറേറ്റ് മീഡിയോക്രിറ്റി ഓവർ എക്സലൻസ് എന്നാണ് വിവേക് രാമസ്വാമി പറഞ്ഞിരിക്കുന്നത്. എക്സലൻസ് ആ മേന്മയോ ശ്രേഷ്ഠതയല്ല നോക്കണേ, മീഡിയോക്രിറ്റി, സാധാരണക്കാരെ വെച്ചിട്ട് കുറച്ച് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഫോറിൻ ആൾക്കാരെ കൊണ്ടുവരണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്നോവേഷൻ മുഴുവനും ഇല്ലാതെയാകും. അതേപോലെ വേറെ മിഷിഗണിൽ നിന്നുള്ള ഒരു സെനറ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ഥാനേദാർ എന്നാണ്. അപ്പോൾ ശ്രീ ഥാനേദാർ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഇന്നോവേഷൻ അമേരിക്കയിൽ നടക്കണമെങ്കിൽ നമ്മളാകുന്നത്ര പ്രതിഭകൾ ഫോറിൻ കൺട്രീസിൽ നിന്നും കൊണ്ടുവരണം, എന്നാലേ ഇന്നോവേഷൻ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അമേരിക്കക്കാരെ കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 1-2 പേര് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ വിവേക് രാമസ്വാമി പറഞ്ഞതിന് മാഗക്കാരുടെ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കക്കാർ ശ്രേഷ്ഠതയും എക്സലൻസും പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ആൾ കാസ്റ്റ് സിസ്റ്റമുള്ള രാജ്യത്തു നിന്നും വന്നിരിക്കുന്ന ആളാണെന്നാണ് ഈ വിവേക് രാമസ്വാമിയെ പറ്റി പറയുന്നത്. വിവേക് രാമസ്വാമിയുടെ അച്ഛനും അവിടെ H-1B വിസയിൽ ചെന്നിരുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ റേസിസം ഏറ്റവും കൂടുതലുള്ള രാജ്യം അമേരിക്കയാണ്. അത് ഇപ്പോഴും കറുത്തവനെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്നവരാണ് അമേരിക്കക്കാരൻ. പിന്നെ പറഞ്ഞിരിക്കുന്ന ആൾ ശ്രീ ഥാനേദാർ എന്നാണ് അങ്ങേരുടെ പേര്. അങ്ങേര് മിഷിഗണിൽ നിന്നുള്ള സെനറ്ററാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ എന്തെങ്കിലും കാര്യം ഭംഗിയായിട്ട് നടക്കണം, ഇന്നോവേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഇന്നോവേഷൻ നടക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ഷാൽ ഐ ബുക്ക് യു എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ബോംബെ, ഓൺലി വൺ വേ ടിക്കറ്റ്. അതായത് നിങ്ങൾ പോയിക്കോ, അതെ, ഇപ്പോൾ ടിക്കറ്റ് അതിനടുത്ത് ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് ഇല്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നോ, ട്രൈ യുവർ ഇന്നോവേഷൻ ദെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറുപടി പറയുന്ന ഒരു റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് അമേരിക്ക ഒരു മാറ്റം അതാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ
ഇപ്പോൾ ഒരു ചെറിയ ഹിന്ദു ഫോബിയ പോലെയൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ജോലി മുഴുവനും ഇന്ത്യക്കാർ കൊണ്ടുപോകാൻ 73% കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങൂലല്ലോ, ആർക്കും ഇഷ്ടപ്പെടില്ല. നമുക്കായാലും ചിലപ്പോൾ അതെ ബംഗ്ലാദേശിലുകാർ വന്ന് ഇവിടെ നമ്മുടെ 73% കൊണ്ടുപോയി നമുക്കും പ്രയാസം ഉണ്ടാവും. അതേപോലെ മാഗക്കാർക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടാനില്ല. അപ്പോൾ അവർ ചില വാക്കുകളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രേ ടു യുവർ പേഗൻ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു മതപരമായ ആക്ഷേപമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റസിൽ അറൗണ്ട് ഇൻ മഡ് ആൻഡ് ഈറ്റ് കറി. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർ നല്ല റെസ്ലേഴ്സാണല്ലോ, ഹരിയാനയിലൊക്കെ ഉള്ളവർ ഈ ചെളിയിൽ കിടന്ന് അക്കാഡയിൽ കിടന്നിട്ട് ഗുസ്തി പിടിക്കുന്നവരാണല്ലോ. നിങ്ങൾ പോയി ആ പണി ചെയ്യും, ഇവിടെ കമ്പ്യൂട്ടറെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. പിന്നെ ഈറ്റ് കറി, ഈ ഉപ്പും മുളകും ഇഞ്ചിയൊക്കെ കൂടുതൽ അരച്ച് അവിടെ ഇരുന്ന് തിന്നോ, ഇങ്ങോട്ട് വരണ്ട. ഇതാണ് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. അല്ല, ഇതിപ്പോൾ ട്രംപിനെ അത് സ്വാധീനിക്കുമോ എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൽ ട്രംപിനെ സംബന്ധിച്ച് മസ്കിന് വലിയ സ്വാധീനമുണ്ട്. മസ്കിന് വലിയ സ്വാധീനമാണ്. മസ്കിന് പ്രത്യേകിച്ച് പണം മുടക്കിയിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, മസ്ക് വിലയ്ക്ക് വാങ്ങി എന്ന് പറയാം. അതെ, അതായത് ഹി ഹു പേയ്സ് ദി പൈപ്പർ കോൾസ് ദി ട്യൂൺ എന്ന് പറയും. അതെ, അപ്പോൾ ഈ പണം മുടക്കിയ ആൾ പറയണത് അല്പം കേൾക്കാതെയും പറ്റില്ല. അത് മാത്രമല്ല, ഈ നമ്മളിപ്പോൾ ലോകത്തിലെ ഏത് രാജ്യം, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ചില ആളുകൾ പറയും അറബിയുടെ വന്ന് തിന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അറബിയുടെ ആരും ഫ്രീ ആയിട്ടൊന്നും തിന്നുന്നില്ല, അവിടെ പണിയെടുത്തിട്ട് കാശ് പിടിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കാണുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇന്നത്തെ ഗൾഫാക്കുന്നതിൻ്റെ മുന്നിൽ മലയാളിയുടെ ഇന്ത്യക്കാരൻ്റെ ചോരയും വിയർപ്പും ഒക്കെ ഉണ്ട്, അധ്വാനിച്ചിട്ടാണ്. അപ്പോൾ അവിടെ വന്നാൽ അപ്പോൾ അമേരിക്കയിലും ഈ പറയുന്നത് പോലെ ഇന്ത്യക്കാരൻ്റെ അധ്വാനത്തിനാണ് അവർ പണം തരുന്നത്. അതും കുറഞ്ഞ മൂല്യം കൊടുത്ത് നമ്മുടെ ഒരു കഴിവ് അവർ വാങ്ങുകയാണ്. അതെ അതെ. പിന്നെ ഗൾഫിലായാലും അവർ പറയണത് കേട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. അവർ പറയണത് അതേപടി അനുസരിച്ചല്ല, നമ്മളവിടെ വഴക്കിനോ പോകുന്നില്ല. പിന്നെ അറബികൾക്ക് നമ്മളെ പറ്റി നല്ല ഇമ്പ്രഷനാണ്, ഇന്ത്യക്കാരെ പറ്റി. അവർ പറയണത് ഹിന്ദി മിയ മിയ എന്നാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ്, മിയ എന്ന് പറഞ്ഞാൽ 100 എന്നാണ്. മിയ മിയ എന്ന് പറഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100. ഈ ഇന്ത്യക്കാരുടെ കേസിൽ ഒന്നും പേടിക്കേണ്ട, 100% ഓക്കെ എന്നുള്ള ലൈനിലാണ് അവർ. ആ രീതിയിലൊരു സമീപനമാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ വിസ എങ്ങനെയായിരിക്കും ട്രംപ് വന്നാൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു H1B വിസയുടെ കാര്യത്തിൽ ആണിപ്പോൾ ഒരു ആശങ്കയുള്ളത്. പക്ഷേ ഒരുപാട് വിസ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ട്രംപിൻ്റെ നയമെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ അമേരിക്കക്കാർ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട്. അവർക്ക് ജോലി ഈ H1B വിസ എന്ന് പറഞ്ഞ് പോകുന്നതിൽ 73% ഇന്ത്യക്കാർ കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുന്നത്, ആശങ്ക സ്വാഭാവികമാണ്. ഏതായാലും ട്രംപ് വന്ന് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനുവരി 20 അദ്ദേഹം ഓഫീസിൽ വരട്ടെ, ചുമതല ഏറ്റെടുക്കട്ടെ, അധികം വൈകാതെ അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.